ഒരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണല്ലേ. ആ ജോലി കിട്ടാൻ വേണ്ടി രാവും പകലും ഹാർഡ് വർക്ക് ചെയ്ത് കുറെ മെന്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും ഒക്കെ സഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഒരു ജോലി കിട്ടിയ ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും നമുക്ക് യാഥാർത്ഥ്യമാക്കാനുണ്ടാവുക. ജീവിതം കെട്ടിപ്പടുക്കാൻ എന്ന് വിചാരിക്കുന്ന അതേ ജോലി തന്നെ നമ്മുടെ ജീവൻ എടുക്കാൻ തുനിഞ്ഞാലോ? ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് അതേ ആളുകൾ തന്നെ നമുക്ക് വേണ്ട സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ശരിക്കും ഒറ്റപ്പെട്ടു പോവുമല്ലേ? ശരിയാണ്, ഒരു ജോലി ഇല്ലാണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിച്ചു പോവാൻ ഒട്ടും സാധിക്കില്ല. പഠിത്തം കഴിയുമ്പോഴത്തേക്കും ജോലി ആയില്ലേ എന്നുള്ള വീട്ടുകാരുടെ ചോദ്യം, നാട്ടുകാരുടെ ചോദ്യം, കൂട്ടുകാരുടെ ചോദ്യം, അങ്ങനെ അവസാനം കിട്ടുന്ന ജോലിക്ക് കയറേണ്ടി വരുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവസാനം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും ആ കിട്ടുന്ന ജോലിയെ. ഇനി ജോലിക്ക് കയറി കഴിഞ്ഞാലാകട്ടെ അതുവരെ ഉണ്ടായ സ്ട്രെസ്സിനോടൊപ്പം ജോലിയുടെ സ്ട്രെസ്. ഇന്ന് പല കോർപ്പറേറ്റ് ഫേംസിലും ജോലിക്കാരന് ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത എത്രയോ സംഭവങ്ങൾ നമ്മൾ തന്നെ കണ്ടുവരുന്നുണ്ട്. ജോലി എന്ന ക്വിറ്റ് ചെയ്ത് ഒന്ന് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ച മറുവശത്ത് കുറെ വില്ലന്മാർ വരും. EMI, ഫാമിലി പ്ലാനിങ്, റെന്റ്, ലിവിങ് സ്റ്റൈല്, കടങ്ങള്, വീട്ടുകാര്യങ്ങള്, അങ്ങനെ കുറെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യവും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ സ്ട്രെസ്സും സഹിച്ച് ആ ജോലി തന്നെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടി വരും. ആ സമയത്ത് ഒരാളും തന്നെ നമ്മളുടെ കൂടെ കാണണമെന്നില്ല. അത് പേരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും തന്നെ. നീ പണിയെടുക്കടാ, നിന്റെ തോന്നലാടാ, നിന്നെ പോലെ തന്നെയല്ലേ മറ്റുള്ളവരും ജോലി ചെയ്യുന്നത്, നീ ഒന്ന് സമാധാനത്തിൽ ചിന്തിച്ചു നോക്ക്, നീ ഇപ്പൊ ഈ ജോലി വിട്ടാ നമ്മളുടെ കാര്യം എന്താവും, എന്തിനാടാ ഓവറായിട്ട് ആലോചിക്കുന്നത്, എങ്ങനെയും കഷ്ടപ്പെട്ട് അവിടെ തന്നെ ഒന്ന് പിടിച്ചു നിൽക്കടാ. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ആകെ മൊത്തം വല്ലാത്തൊരു അവസ്ഥയിലോട്ടേക്ക് ചെന്നെത്തിക്കും. അവസാനം ആരുമില്ല, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് കഷ്ടപ്പാടുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തുനിയും. വളരെ സങ്കടകരം എന്ന് പറയട്ടെ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പൊ പല വാർത്തകളായിട്ട്. എന്നാ നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരുടെയും സഹായമില്ലാണ്ട് ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, എൻ്റെ വീട്ടുകാരെ നോക്കാൻ പറ്റും, EMI അടിച്ചു പോകാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയല്ലേ. ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റ് ജോബ്സിന്റെ എല്ലാം അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ ഒരു എക്സ്ട്രാ സ്കില്ല് പഠിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ഭേദം. കോർപ്പറേറ്റ് ജോലി പോയാലും അല്ലെങ്കിൽ അവിടെ നിന്ന് മടുത്തിറങ്ങേണ്ടി വന്നാലും നിങ്ങൾ പഠിച്ച എന്തേലും സ്കില്ല് വെച്ച് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ സ്വന്തമായിട്ടോ എന്തേലും ചെയ്തൂടെ? സ്ട്രെസ് എപ്പോഴും നമുക്ക് കയ്യിൽ ഒതുങ്ങാതെ വരാം. ഇതല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാണ്ടിരിക്കുമ്പോഴാണ്. അതിനുത്തരം നിങ്ങൾക്ക് മുന്നേ തന്നെ സെറ്റാക്കി വെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം രക്ഷിക്കാൻ കഴിയില്ലേ. IT ജോബ്സ് ആയിക്കോട്ടെ, മെഡിക്കൽ പ്രൊഫഷൻസ് ആയിക്കോട്ടെ, മറ്റ് പലതും ആയിക്കോട്ടെ, ഒരു പാസീവ് ഇൻകം എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ്ങോ പാർട്ട് ടൈമോ എന്നുള്ള രീതിക്കോ ഇല്ലെങ്കിൽ ഒരു നയാ പൈസ മുടക്കാണ്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാം എന്നുള്ള രീതിക്കോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരുപാട് സ്കിൽ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ജീവിതത്തിൽ ഒരിക്കലും വേസ്റ്റ് ആയി പോയി എന്ന് തോന്നാത്ത ഒരു സ്കിൽ സെറ്റ് പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സ്കിൽ. നിങ്ങളത് എങ്ങനെ വേണമെങ്കിലും പഠിക്കാനായിട്ട് നോക്കിക്കോളൂ. യൂട്യൂബ് നോക്കിയോ, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടിയോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയോ, എങ്ങനെ വേണേലും. ഇനി വർക്ക് വിടാണ്ട് പഠിക്കണമെങ്കിൽ ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി ഉള്ള ജോബ് സ്ട്രെസ്സിന്റെ അടുത്തേക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്നുള്ളത്. ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ അത് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് പാളി പോകാൻ സാധ്യതയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമല്ലോ. സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ത്രൂ ബിസിനസ് തുടങ്ങാനോ, ആമസോൺ മാർക്കറ്റിംഗ് ചെയ്യാനോ, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനോ, ഇനി ഇതൊക്കെ മറ്റ് ക്ലയൻസിന് വേണ്ടി ഫ്രീലാൻസിങ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പണി പോയാൽ ഇനി എന്ത് എന്നുള്ള നിങ്ങളുടെ പ്രശ്നത്തിന് ഇതൊരു പരിഹാരമാവുകയും ചെയ്യും. സോ എനിക്ക് പറയാനുള്ളത് എപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവും. ആ വാതിൽ ഏതാന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി. So stay safe and stay happy. നല്ലൊരു ഡിസിഷൻ ചിന്തിച്ചെടുക്കാം. So see you in the next one.